ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇനി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എടുക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്ററാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ചിലപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ പർച്ചേസ് ചെയ്യാറുണ്ട്. കാരണം ആ ഒരു രണ്ട് കമ്പനിക്കും ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ, 50 പറ്റില്ല, 50-ൽ കൂടുതൽ ഷെയർ എന്ത് ചെയ്യാം, മേടിക്കാം. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്ത കമ്പനിയെ നമ്മൾ പാരൻ്റ് കമ്പനി എന്ന് പറയും, അതല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ 50%-ൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ മേടിച്ച കമ്പനിയെ, അക്വയർ ചെയ്ത കമ്പനി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത കമ്പനിയെ പറയുന്ന പേരാണ് പാരൻ്റ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഏത് കമ്പനിയുടെ ഷെയർ ആണോ ആ ഒരു കമ്പനി മേടിച്ചിട്ടുള്ളത്, അപ്പോൾ ഏത് കമ്പനിയുടെ ഷെയർ ആണോ മേടിച്ചിട്ടുള്ളത്, അപ്പോൾ ആ കമ്പനി ഈ മേടിച്ച കമ്പനിയുടെ അണ്ടറിലല്ലേ വരിക. അങ്ങനെ അണ്ടറിൽ വരുന്ന കമ്പനിയെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു എ ലിമിറ്റഡ് എന്നൊരു കമ്പനി ബി ലിമിറ്റഡിൻ്റെ ഷെയറിൻ്റെ 75% മേടിച്ചു. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡ് ആണ് മേടിച്ചത്. ആരുടെയാണ് മേടിച്ചത്? ബിയുടെ. ഓക്കെ, ബിയുടെ 75% ഷെയർ എ മേടിച്ചു. അപ്പോൾ ആരാണ് പാരന്റ് കമ്പനി? മേടിച്ച ആൾ എ ആണ്. ആരുടെയാണ് മേടിച്ചുള്ളത്? ബിയുടെ. ഇവിടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് എയും സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് ബിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരന്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും എങ്ങനെ വരുന്നു എന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് കമ്പനിയുണ്ട്, നേരത്തെ പറഞ്ഞ എയും ബിയും ഉള്ള ഒരു കമ്പനി. അപ്പോൾ എക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് രണ്ടും രണ്ട് കമ്പനികളാണല്ലോ. അപ്പോൾ എക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ബിക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും പാടെ എന്ത് ചെയ്യുക, കൂട്ടുക, കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കുന്നതിനെ തന്നെയാണ് ഇവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു മീനിങ് പറയുകയാണ്, വെൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പാരന്റ് ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറി ആർ കമ്പൈൻഡ് ടുഗദർ. ഓക്കെ, സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നുമില്ല, സബ്സിഡിയറി കമ്പനിയുടെയും പാരന്റ് കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, ഒരുമിച്ചിട്ട് ഒറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. അത്തരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ മീനിങ് കൂടി വേണം ഇങ്ങനെ നോക്കാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെഫേർഡ് ടു ദി കമ്പൈൻഡ് ഓർ അഗ്രിഗേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പാരന്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറി കമ്പനി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന വേറൊരു പേരാണ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, പാരന്റ് കമ്പനി എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു, സബ്സിഡിയറി കമ്പനി എന്താണെന്ന് പറഞ്ഞു, കൺട്രോൾ ഓഫ് ആൻ ഇൻവെസ്റ്റി. അപ്പോൾ അയാൾക്ക് ആ ഒരു പാരന്റ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ് ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ 50% കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഷെയർ ആ പാരന്റ് കമ്പനിക്ക് തന്നെയാണല്ലോ. അപ്പോൾ ആ ഇൻവെസ്റ്റിയുടെ പല കാര്യങ്ങളിലും പ്രോഫിറ്റ് കിട്ടാനുള്ളതിൽ അല്ലെ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറിലൊക്കെ ഡിസിഷൻസ് എടുക്കാനുള്ളൊക്കെ റൈറ്റ് അല്ലെങ്കിൽ കൺട്രോൾ ആർക്ക് വരും, ഇൻവെസ്റ്റർക്ക് വരും, ഇൻവെസ്റ്റിയുടെ മേലിൽ. അത്രയാണ് അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി ഗ്രൂപ്പ് കമ്പനീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കുറച്ച് ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ത് ചെയ്യാം നോക്കാം. ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, സിമ്പിളാണ്. ഗ്രൂപ്പ് സ്ട്രക്ചറിൽ ഒന്ന് ഡയറക്റ്റ് ഹോൾഡിംഗ്. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ പി ഒരു മെയിൻ കമ്പനിയാണ്. അത് S1-ൻ്റെയും S2-ൻ്റെയും S3-ൻ്റെയും ഷെയർസുകൾ മേടിച്ചിട്ടുണ്ട്. പി S1-ൻ്റെ 100 മേടിച്ചു, S2-ൻ്റെ 80 മേടിച്ചു, S3-ൻ്റെ 90 മേടിച്ചു. അപ്പോൾ പി ആണ് ഇവിടെ എന്ത് വരിക, പാരന്റ് കമ്പനി. ഈ പി എന്ന പാരന്റ് കമ്പനിക്ക് 3 സബ്സിഡിയറി കമ്പനി ഉണ്ട്. S1-ഉം S2-ഉം S3 ഒക്കെ ഈ പിയുടെ എന്താണ്, സബ്സിഡിയറി കമ്പനീസ്. അതായത് ഡയറക്റ്റ് ഹോൾഡിംഗ് ആണ്. പി നേരിട്ടിട്ടാണ് ഈ 3 കമ്പനിയുടെയും ഷെയർസ് എന്ത് ചെയ്തിട്ടുള്ളത്, മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ഫോമാണ്, അത് പെട്ടെന്ന് ഉണ്ടാവും, മനസ്സിലാവും. അപ്പോൾ ഇവിടെ 50% കൂടുതലില്ലേ, ഇവിടെ 50% കൂടുതലുണ്ട്, ഇവിടെ 50% കൂടുതലുണ്ട്. അപ്പോൾ പിയുടെ സബ്സിഡിയറി 3 പിയുടെ എന്താണ്, സബ്സിഡിയറി കമ്പനിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഹോൾഡിംഗ്.
ഇത് കുറച്ച് കോംപ്ലക്സ് ഗ്രൂപ്പ് സ്ട്രക്ചർ ആണെന്ന് ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അവർ ഡയറക്റ്റ് ആയിട്ടല്ല ഹോൾഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിലൊരു 3 ടൈപ്പ് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതായത് ഇത് ഈ പിക്ചർ തന്നെ നോക്കിയത് കഴിഞ്ഞാൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഡയറക്ഷൻ നോക്കിയാൽ മതി. 51% എസിൻ്റെ മേടിച്ചിട്ടുണ്ട്, എസ് 51% SS-ൻ്റെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് അല്ല SS-ൻ്റെ ഷെയർ മേടിച്ചിട്ടുള്ളത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എസിൻ്റെ 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ SS-ൻ്റെ 51% ഷെയർ എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? 51 ആട്ടോ, 50 എന്ന് പറഞ്ഞു, 50-ലധികം വേണം. അപ്പം 51. ഓക്കെ, ഇപ്പം എസിൻ്റെ 51 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ SS-ൻ്റെ 51% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എസ് എന്ന് പറയുന്നത് പിയുടെ എന്താണ്? സബ്സിഡിയറി കമ്പനിയാണ്. ശരിയാണ്. പാരന്റ്, എസ് സബ്സിഡിയറി. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ SS-ൻ്റെ പാരന്റ് കമ്പനിയാണ് ആര്? എസ്. അപ്പോൾ എസിൻ്റെ സബ്സിഡിയറി കമ്പനിയാണിത് എസ്. ഇവിടെ 51% ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൂടി പറയാം? അപ്പോൾ SS-ൻ്റെ പാരന്റ് കമ്പനി ആയിട്ട് ആരും വരും? പിയും വരും. അപ്പോൾ പിയുടെ 2 സബ്സിഡിയറികൾ ഇവിടെ ഉണ്ട്, എസ്സും ഉണ്ട് SS-ഉം ഉണ്ട്. ഇങ്ങനത്തെ കേസിൽ ഈ പിയുടെ സബ്സിഡിയറി ആയിട്ട് എസ് കൊടുക്കാം, SS കൊടുക്കാം. കാരണം രണ്ടിലും എത്ര ശതമാനം ഉണ്ട്? 51% ഉണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിൽ ഇനി വേറൊരു ഡിഫറെൻറ്റ് ഫോമാണ് പറയുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ആ ഒരു കാര്യമാണ് ഡയറക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഡൗട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. ഓക്കെ, W ഇങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ X ഇങ്ങോട്ടും, Y എന്താണ് ഇങ്ങോട്ടും. ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്കി നോക്കും, Wന് X-ൻ്റെ ഷെയറും ഉണ്ട്, Wന് ആരുടെ ഷെയർ ഉണ്ട്? Yയുടെ ഷെയർ ഉണ്ട്. പക്ഷേ Wന് X-ൻ്റെ 100 ഷെയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയമൊന്നുമില്ല, 50 കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ Wൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് X. പക്ഷേ Wന് Yയിൽ എത്ര ഷെയർ ആളുള്ളൂ? 50% ഷെയർ ആളുള്ളൂ. ആയതുകൊണ്ട് 50-ലധികം ഉണ്ടാവില്ല. അപ്പോൾ Wൻ്റെ സബ്സിഡിയറി ആര് അല്ല? Y അല്ല. അതേപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ Xന് Z-ൽ 50% ഉണ്ട്. അപ്പോൾ X-ൻ്റെ സബ്സിഡിയറി ആരല്ല? Z അല്ല. ഇനി Yക്ക് 50% എവിടെ ഉണ്ട്? Z-ലുണ്ട്. അപ്പോൾ Y എന്തില്ല? Y ഇവിടുത്തെ എന്തല്ല? സബ്സിഡിയറി അല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു കണക്ഷനും വരുന്നുണ്ട്, ഇങ്ങനൊരു കണക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ W ഇൻഡയറക്റ്റ് ആയിട്ട് Z-ൽ വരുന്നുണ്ട്. ശരിയല്ലേ? W ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തുണ്ട്? Z-ൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ X Wൻ്റെ എന്താണ്? സബ്സിഡിയറി ആണ്. പക്ഷേ Z X-ൻ്റെ സബ്സിഡിയറി അല്ല. കാരണം എന്താ? ഇവിടെ 50% X മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ Z സബ്സിഡിയറി ആയിട്ട് വരില്ല. ആയതുകൊണ്ട് തന്നെ Z ഈ Wൻ്റെ എന്താവില്ല? സബ്സിഡിയറി ആവില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? Z Wൻ്റെ എന്തല്ല? സബ്സിഡിയറി അല്ല. ഇനി നോക്കുകയാണെങ്കിൽ Yൻ്റെ മേടിച്ചിട്ട് 50 ഓൾറെഡി ഇവിടെ തന്നെ എന്തല്ല? സബ്സിഡിയറി അല്ല. ആയതുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിലും Z എന്ന് പറയുന്നത് Wൻ്റെ എന്തല്ല? സബ്സിഡിയറി അല്ല. ഓക്കെ, ഇത് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഫോർമാറ്റ് നോക്കണമെന്നാളൂ കേട്ടോ. ഇനി ഇവിടെ വേറെ 3ാമത്തെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ P ആണ് വരുന്നത്. Pൻ്റെ ഇതിങ്ങനെയാണ് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് P, പിന്നെ ഇങ്ങോട്ട് Q ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ Qൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് 75% ആണ്. അപ്പോൾ ഞാൻ പറയണ്ടല്ലോ, അപ്പോൾ പാരന്റ് കമ്പനി അതിൻ്റെ സബ്സിഡിയറി ആയിട്ട് എന്തെടുക്കാം? Q എടുക്കാം. ഓക്കെ, ഇവിടെ Q ഹോൾഡ് ചെയ്തിരിക്കുന്നത് 36% ആണ് R-ൻ്റെ. ആയതുകൊണ്ട് R Qൻ്റെ സബ്സിഡിയറി അല്ല. അതേപോലെ തന്നെ ഇവിടെ P ഹോൾഡ് ചെയ്തിരിക്കുന്നത് R-ൻ്റെ എത്ര ശതമാനം? 20%. അതുകൊണ്ട് R Pയുടെയും എന്തല്ല? സബ്സിഡിയറി അല്ല എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ സബ്സിഡിയറി അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ R Pയുടെ എന്താവും? സബ്സിഡിയറി ആവും. അപ്പോൾ അതെങ്ങനെയാണ്? Pക്ക് ഡയറക്റ്റ് R-ൽ 20%ഉം ഇൻഡയറക്റ്റ് എത്ര ഉണ്ട്? 36% ഉണ്ട്. അപ്പോൾ ഈ 20ഉം 36ഉം ആഡ് ചെയ്ത് എത്രയായി? 56 ആയില്ലേ? അപ്പോൾ 50-ലധികം ആയില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ R എന്ന് പറയുന്നത് Pയുടെ എന്താവും? സബ്സിഡിയറി ആവും. അപ്പോൾ Pയുടെ സബ്സിഡിയറി 2 ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. കാരണം അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി പറയണ്ട, മനസ്സിലായത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കാനുള്ളത്, കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് അസറ്റ്. ആദ്യം ഞങ്ങളൊക്കെ ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ പേര് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ പറയണത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, NCI എന്ന് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും? പറയും. അപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒരു കമ്പനി 50%, ഇപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനിയുടെ കയ്യിൽ ഒരു 60% ഹോൾഡ് ചെയ്തിട്ട് ഉള്ളത് എങ്കിൽ ബാക്കി 40% ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക? ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഒരു പോർഷന്, അതായത് ഔട്ട്സൈഡിന് ഈ കമ്പനിയിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര നെറ്റ് അസറ്റ് ഉണ്ട്, ആ ഒരു വാല്യൂവിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ പാരന്റ് കമ്പനി ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഒരു ആ
ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് അസറ്റിനെയാണ് ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഞാനൊരു പാരൻറ്റ് കമ്പനിയാണ്, ഞാൻ വേറെ കമ്പനിയുടെ 60% മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 60% മാത്രമേ എനിക്ക് കൺട്രോൾ ഉള്ളൂ. ബാക്കി 40% ആരടുത്താണ്? ഔട്ട്സൈഡേഴ്സിൻ്റെ ആണ്. ആ 40%ൻ്റെ നെറ്റ് അസറ്റിനെയാണ്, അല്ലെങ്കിൽ ആ 40%ൻ്റെ ഷെയർ ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുക ആരെന്നെയാണ്? പാരൻറ്റ് കമ്പനിയാണ്. കാരണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഒക്കെ എഴുതുമ്പോൾ അത് ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടില്ല ഇതേപോലെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ കൺട്രോൾ ഇല്ലാത്ത ഷെയർ ഓഫ് ഇൻട്രസ്റ്റിനെയോ അല്ലെങ്കിൽ നെറ്റ് അസറ്റിനെയാണോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 60% മേടിച്ചിട്ടുള്ളൂവെങ്കിൽ 40% എന്തില്ല? കൺട്രോളില്ല. അപ്പോൾ ആ 40% ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലാണ്. ആ ഒരു ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് 40% ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ 40% ബിസിനസ്സിലുള്ള നെറ്റ് അസറ്റിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ പറയുന്നതാണ്. സിമ്പിൾ മെത്തേഡ്സ് ആണ്. എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിൽ ഫസ്റ്റ് പറയുന്ന ഒരു മെത്തേഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലത്തെ ഒരു മെത്തേഡാണ്. വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർസ് ഹോൾഡർ. അപ്പോൾ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിനെയാണ് മൈനോറിറ്റി ആയിട്ട് പറയുന്നത്. അതായത് നമ്മൾ മേടിച്ച ഷെയർ അല്ലാത്ത ബാക്കിയുള്ള ഷെയറിനെയാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഹെൽഡ് ചെയ്യുന്ന ഷെയർ. ഇപ്പോൾ ഒരു 10 ലക്ഷം ക്യാപിറ്റലുള്ള ഒരു കമ്പനിയുടെ 60% നമ്മൾ മേടിച്ചെങ്കിൽ 6 ലക്ഷം നമ്മളെടുത്തും 4 ലക്ഷം ആരെടുത്താണ് ഉണ്ടാവുക? അവരെടുത്തുമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു 4 ലക്ഷത്തിനെയാണ് ഇവിടെ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ബിസിനസിൻ്റെ ക്യാപിറ്റലിൽ എത്രയാണ് അവരുടെ കയ്യിലുള്ളത് അതിനെയാണ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അതിലൂടെ 2 കാര്യങ്ങൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കിട്ടും. 2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയറും ആഡ് ചെയ്യണം, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയറും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു പാരൻറ്റ് കമ്പനി ആ കമ്പനി അക്യൂർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അക്യൂർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അതായത് പുറത്ത് ഔട്ട്സൈഡേഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് അവർക്ക് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ 10 ലക്ഷമായിരുന്നു, 60% നമ്മൾ മേടിച്ച് 6 ലക്ഷം നമ്മളെടുത്തു, 4 ലക്ഷം പുറത്ത് ഔട്ട്സൈഡേഴ്സും ഉണ്ട്. അപ്പോൾ ആ 4 ലക്ഷത്തിൻ്റെ കൂടെ ആ ബിസിനസ്സിൽ വല്ല പ്രോഫിറ്റും ഉണ്ടെങ്കിൽ ഒരു 10,000 പ്രോഫിറ്റ് ഉണ്ട് വിചാരിച്ചു. 10,000 മൊത്തം ഓർക്ക് കൂട്ടണോ? വേണ്ട. 10,000ൻ്റെ ആ 40% എത്ര വരിക? 4,000. അപ്പോൾ ആ 4 ലക്ഷം അല്ലേ പറഞ്ഞത്? 4 ലക്ഷം ഈ ഒരു 4,000 കൂട്ടി എത്രയും 44,000. അതാണ് അവരുടെ എന്ത് വരിക? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ അവരുടെ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ കൂടെ ആ കമ്പനിയിലുള്ള പ്രോഫിറ്റ് ഷെയറും കൂടി അവർ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. വേറൊരു മെത്തേഡിൽ പറയുന്നതാണ് നെറ്റ് അസറ്റ് അക്യൂർഡ് മെത്തേഡാണ് ഇവിടെ വരുന്നത്. നെറ്റ് അസറ്റ് അക്യൂർഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റലും അതിൻ്റെ കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസും കൂട്ടുക. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് കിട്ടും. ആ നെറ്റിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 40% ആണ്. ആ നെറ്റിൻ്റെ എന്ത് കാണുക? 40% കാണുക. ഈ നെറ്റ് അസറ്റ് അക്യൂർഡിന് കാണാൻ 2 ഇക്വേഷൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസും, വേറൊരു ഇക്വേഷനാണ് ടോട്ടൽ അസറ്റ് അക്യൂർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. ഇത് ചെയ്ത NCI കിട്ടില്ല കേട്ടോ. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നെറ്റ് അസറ്റ് അക്യൂർഡ് ആണ് കിട്ടുക. അപ്പോൾ ഒരു നെറ്റ് അസറ്റ് അക്യൂർഡ് 10 ലക്ഷം കിട്ടി വിചാരിക്കുക. അപ്പോൾ പുറത്തുള്ള ആളെ ഷെയർ 40 ആണെങ്കിൽ ഈ 10 ലക്ഷത്തിന് 40% കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെ അതിൻ്റെ 40% കാണുക. അതാണ് NCI ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടിട്ട് അതിനെ ഔട്ട്സൈഡേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് NCI കിട്ടുക. അതാണ് നെറ്റ് അസറ്റ് അക്യൂർഡ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ സെക്കൻഡ് മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷനാണുള്ളത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതേപോലെ വേറെ ഇക്വേഷൻ ടോട്ടൽ അസറ്റ് അക്യൂർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താവും? മനസ്സിലാവും. അപ്പോൾ ഇത് പറയുന്നത് ഒന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടെത്തിയിട്ട് നമ്മൾ ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, അതിൽ എക്സാമ്പിൾ ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് ഓൺഡ് 75% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് വൈ ലിമിറ്റഡ് സിൻസ് ഡേറ്റ് ഓഫ് വൈ ലിമിറ്റഡ് കോർപ്പറേഷൻ ബാലൻസ് ഷീറ്റ് ഓഫ് വൈ ലിമിറ്റഡ് ഇസ് ഗിവൻ ബിലോ. അപ്പോൾ ഒന്നുമില്ല,
വൈയുടെ 75% ഷെയർ ആര് മേടിച്ചിട്ടുണ്ട്? എക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് ആണ് ഇവിടെ പാരന്റ് കമ്പനി, വൈ ആണ് എന്ത്? സബ്സിഡിയറി കമ്പനി. അപ്പോൾ സബ്സിഡിയറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വൈ ലിമിറ്റഡ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വന്നിരിക്കുന്നു. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 10 രൂപ വെച്ചിട്ട് 40,000 ഇക്വിറ്റി ഷെയർ ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 40,000 × 10 4 lakh അല്ല, അവിടെ 6 lakh ആണുള്ളത്. ആയതുകൊണ്ട് ഇതൊരു 60,000 ആണ് വിചാരിക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ തെറ്റാവും. ഓക്കെ, അപ്പോൾ 60,000 × 10, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 lakh കിട്ടും. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 6 lakh. പിന്നെ റിട്ടേൺഡ് ഏർണിങ്സ് 1,20,000, കറണ്ട് ലയബിലിറ്റീസ് 1,80,000, ടോട്ടൽ 9 lakh. അസറ്റ് നോക്കുകയാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്, അതായത് ഫിക്സഡ് അസറ്റ് 5 lakh, ബാക്കി പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 4 lakh, നോൺ കറണ്ട് അസറ്റിൽ നമ്മൾ ഫിക്സഡ് അസറ്റായ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് 5 lakh, കറണ്ട് അസറ്റ്സ് 4 lakh. അങ്ങനെ ടോട്ടൽ എത്രയും 9 lakh ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് കാൽക്കുലേറ്റ് ദി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ 2 മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൽ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, 75% എക്സ്. അപ്പോൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ബാക്കിയുള്ള എത്രയാണ് വരിക? 25%. ടോട്ടൽ ക്യാപിറ്റൽ എത്രയുള്ളത്? 6 lakh. ശരിയല്ല, ടോട്ടൽ ക്യാപിറ്റൽ 6 lakh. അതിൻ്റെ 25% കിട്ടും. അതല്ല ഷെയർ ഹോൾഡിംഗ് ആയിട്ട് വരിക. അപ്പോൾ വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ടോട്ടൽ ക്യാപിറ്റൽ ഉള്ളത് 6 lakh ആണ്. 25% ആണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉള്ളത്. അപ്പോൾ 6 lakhൻ്റെ 25% 1,50,000. പിന്നെ 2 പ്രോഫിറ്റുകളാണ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺഡ് ഏർണിങ്സ് ആണ്. അത് മുന്നേ നമ്മൾ ഓൾറെഡി കിട്ടിയ പ്രോഫിറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് വെച്ചൊക്കെ നമ്മൾ ഈ റിട്ടേൺ ഏർണിങ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. 1,50,000 കൂടെ റിട്ടേൺഡ് ഏർണിങ്സ് 1,20,000 ആണ്. ഫുൾ ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഷെയർ ഷെയർ എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ അവരുടെ ഷെയർ മാത്രം ആഡ് ചെയ്താൽ മതി. അവരുടെ ഷെയർ അതിൻ്റെ 25%, 1,20,000 25% 30,000. അപ്പം നമുക്ക് NCI നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 1,80,000. ഔട്ട്സൈഡേഴ്സിൽ ഈ ഒരു ബിസിനസ്സിൽ 1,80,000 ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ആൾട്ടർനേറ്റ് മെത്തേഡിൽ നമ്മൾ നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. അപ്പോൾ നെറ്റ് അസറ്റ് അക്യൂർഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസിന് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, റിട്ടേൺ ഏർണിങ്സിൽ വേണ്ട. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. 6 lakhും ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് ഒരു സർപ്ലസ് അല്ലേ. അപ്പോൾ 6 lakhും 1,20,000, 6 lakh പ്ലസ് 1,20,000, അപ്പോഴും 7,20,000 കിട്ടും. അതിൽ ടോട്ടൽ അസറ്റ് അക്യൂർഡ്, ടോട്ടൽ അസറ്റ് എത്രയാണ്? 9 lakh. അതിന് ടോട്ടൽ ലാബിലിറ്റീസ് അസ്യൂംഡ്. ടോട്ടൽ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റീസ് ആണ്. അപ്പോൾ 9 lakh 1,80,000 മൈനസ് ഇതാണ് 7,20,000. പുറത്തുള്ള ആളുകളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 25%, 75 നമ്മൾ ബാക്കി 25. അപ്പോൾ 7,20,000 25% 1,80,000. അപ്പോൾ രണ്ടും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ഒരു മെയിൻ കമ്പനി വേറൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. ആ കൂടുതൽ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഇവിടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയുള്ള ഗുഡ് വില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിലും ഇപ്പോൾ ആ ബിസിനസ് എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായിട്ട് വളർത്തിയെടുത്ത ഒരു ഗുഡ് വിൽ, ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആ ഒരു കമ്പനിക്ക് ഉണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ നെറ്റ് അസറ്റ് എത്രയാണോ അത് മാത്രം ആര് കൊടുത്താൽ പോരാ? ഈ പാരന്റ് കമ്പനി കൊടുത്താൽ പോരാ. അവർ അത്രയും വളർത്തി വന്ന ആ ഒരു ഗുഡ് വില്ലിൻ്റെ ഒരു ഷെയർ കൂടി ആര് കൊടുക്കേണ്ടി വരും? പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷത്തിനാണ് ഇത് മേടിക്കണമെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ നെറ്റ് അസറ്റ് ആർക്ക് കിട്ടൂല? നമ്മുടെ പാരന്റ് കമ്പനി കിട്ടുന്നുണ്ടാവില്ല. 10 ലക്ഷത്തിൽ കുറവായ നെറ്റ് അസറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ കൊടുത്ത എമൗണ്ടിനെയാണ് ഇവിടെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 80% ഷെയർ അക്യൂർ ചെയ്തു. എത്ര രൂപക്ക്? 5 ലക്ഷം രൂപക്ക്. ഓക്കെ, ശരിക്ക് ആ ബി ലിമിറ്റഡിൻ്റെ ടോട്ടൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ 6 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 lakhൻ്റെ 80% എന്ന് പറയുമ്പോൾ എത്രയേ വരുള്ളൂ? 4,80,000 വരുള്ളൂ. പക്ഷെ 4,80,000 പകരം നമ്മൾ മേടിച്ച എത്ര രൂപക്കാണ്? എ മേടിച്ച എത്ര രൂപക്കാണ്? 5 ലക്ഷത്തിനാണ്. 20,000 രൂപ എന്താണ്? അധികമാണ്. ആ 20,000 ആണ് അവിടെ എന്തായിട്ട് ഗുഡ് വില്ലായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗുഡ് വില്ല് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ 100% ഷെയർ എന്ത് ചെയ്യാണ്? അക്യൂർ ചെയ്യണം. അങ്ങനെ 100%
ഷെയറും അക്യൂർ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരില്ല, NCI വരില്ല. ശരിയല്ലേ? കാരണം ഔട്ട്സൈഡേഴ്സിന് അപ്പോൾ എത്രയാണ് 0%. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അവിടെ വരുന്നില്ല. അങ്ങനത്തെ കേസിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ് അറ്റ് അക്വിസിഷൻ. നമ്മൾ ഈ പറഞ്ഞ സംഭവം, അതായത് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 5 ലക്ഷം രൂപക്ക്. പക്ഷേ നെറ്റ് അസറ്റ് അക്യൂർഡ് അറ്റ് അക്വിസിഷൻ നമുക്ക് നെറ്റ് അസറ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയുള്ളൂ? 4,80,000. അപ്പം 5 ലക്ഷത്തിൽ നിന്ന് 4,80,000 കുറച്ച് എത്രയില്ല? 20,000. അതാണ് ഗുഡ് വില്ല് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു പറഞ്ഞ ഇക്വേഷൻ ആയിട്ട് എഴുതിക്കുകയാണ് ഇവിടെ. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്ര രൂപയ്ക്കാണോ മേടിച്ചത് മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ് അറ്റ് അക്വിസിഷൻ. അത് അക്വിസിഷൻ നമുക്ക് എത്രയാണ് നെറ്റ് അസറ്റ് കിട്ടിയത്. അപ്പോൾ കൊടുത്ത എമൗണ്ട് കിട്ടിയ നെറ്റ് അസറ്റ് കുറച്ച് കിട്ടുന്ന കൂടുതൽ കൊടുത്ത എമൗണ്ടിനെയാണ് ഇവിടെ ഗുഡ് വില്ലായിട്ട് പറയുന്നത്. പിന്നെ നെറ്റ് അസറ്റ് അക്യൂർഡ് ഈ നെറ്റ് അസറ്റ് അക്യൂർഡ് അറ്റ് അക്വിസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓർ റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് അക്യൂർഡ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ് അസ്യൂംഡ്. ഓൾറെഡി നമ്മൾ നെറ്റ് അസറ്റ് അക്യൂർഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കൺസിഡറേഷൻ എത്രയാണോ കൊടുത്തത് അതൊന്ന് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല് കിട്ടും. അതിനിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് ലിമിറ്റ് അക്യൂർഡ് 100%. ഇക്വേഷൻ 100% അക്യൂർ ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. സിറ്റുവേഷൻസ് മാറും. എക്സ് ലിമിറ്റഡ് 100% ഷെയറും വൈ ലിമിറ്റഡിൻ്റെ അക്യൂർ ചെയ്തിട്ടാണ്. 40,000 ഷെയർസ് ഉള്ളത് 10 രൂപ വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഈ ചറ്റേ 10 രൂപ വിലയുള്ളത് ഈച്ച് അറ്റ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് 12 ഈച്ച്. 10 രൂപ വിലയുള്ളത് 12 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത്. ടോട്ടൽ 40,000 ഷെയർ ഉണ്ട്. പിന്നെ അവരുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വൈ ലിമിറ്റഡ് ആർ 5 lakhും 1 lakh റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദി ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ല് നമ്മൾ ഇക്വേഷൻ എന്താണ്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ്. നെറ്റ് അസറ്റ് അക്യൂർഡ് നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ്. കാരണം ഇവിടെ നമുക്ക് അസറ്റും ലയബിലിറ്റീസും ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഷെയർ ക്യാപിറ്റലും ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെയർ ക്യാപിറ്റലും ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടുപിടിക്കാം. ടോട്ടൽ അസറ്റ് അക്യൂർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അതായത് അസറ്റിൽ നിന്ന് 5 ലക്ഷത്തിൽ നിന്ന് ലയബിലിറ്റി ആയ 10 കുറക്കുക. അപ്പോൾ 5 നിന്ന് 1 കുറക്കുക കേട്ടോ. 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ച് എത്ര വരിക? 4 lakh. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ല് കാണാൻ ഇനി നമുക്ക് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്രയാണ് നമുക്ക് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ട്? 40,000 ഷെയർ 10 രൂപ വിലയുള്ള മാർക്കറ്റ് പ്രൈസ് ആയ 12 രൂപ മേടിച്ചുള്ളത്. അവർക്ക് കൊടുത്ത എമൗണ്ട് അപ്പോൾ എത്രയായിരിക്കും? 40,000 ഇൻറ്റു 12. അപ്പോൾ ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു 40,000 12 ഒരുമിച്ച് ചെയ്തിട്ടാണ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. 40,000 ഇൻറ്റു 12 മൈനസ് 4 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000 കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇതേപോലെ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് ഇക്വേഷൻ കാണാതെ പഠിക്കണം. പഠിച്ചിട്ടൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതേപോലെ വേറൊരു സിറ്റുവേഷൻ നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ 100% കുറവാണ് അക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100% കുറവാണ് സബ്സിഡി കമ്പനി അക്യൂർ ചെയ്തുവെങ്കിൽ അവിടെ എന്ത് വരും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ഔട്ട്സൈഡേഴ്സ് വരും. കാരണം ഇപ്പോൾ 80% ആണെങ്കിൽ ബാക്കി 20 പുറത്തല്ലേ വരും. 90 ആണെങ്കിൽ ബാക്കി 10, അല്ലെങ്കിൽ 60 ആണെങ്കിൽ ബാക്കി 40 എന്താവും? പുറത്ത് വരും. അവിടെ ഔട്ട്സൈഡേഴ്സ് വരുന്നുണ്ട്. ആയതുകൊണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കേസിലും ഗുഡ് വില്ല് കാണുന്നുണ്ട്. 2 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ്, നമ്മൾ എത്രയാണോ കൊടുത്തത് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അവിടെ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂട്ടുക. അതിന്ന് നെറ്റ് അസറ്റ് അക്യൂർഡ് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂട്ടിയ ടോട്ടലായി. അതിന് നെറ്റ് അസറ്റ് അക്യൂർഡ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല് കിട്ടും. പിന്നെ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വേറൊരു ഇക്വേഷനാണ് കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പ്രൊപ്പോർഷണൽ ഷെയർ ഓഫ് പാരന്റ് ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡിയറി. അതായത് നമ്മൾ എത്രയാണോ കൊടുത്തത് അതിന്ന് ഈ നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അതിൽ ഔട്ട്സൈഡേഴ്സും ഉണ്ടാവും, നമ്മളുണ്ടാവും. അതിൽ നമ്മളെ ഷെയർ മാത്രം എടുക്കുക. ഓക്കെ, പ്രൊപ്പോർഷണൽ ഷെയർ ഓഫ് പാരന്റ് ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡിയറി. നെറ്റ് അസറ്റിൽ നിന്ന് പാരന്റ് കമ്പനിയുടെ ഷെയർ മാത്രം കൺസിഡറേഷൻ പെയ്ഡ് എന്ത് ചെയ്യുക? മൈനസ്. അപ്പോഴും ഗുഡ് വില്ലല്ലേ കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 5 ലക്ഷം കൊടുത്തു. അപ്പോൾ അവിടെ ടോട്ടൽ ഒരു 8 ലക്ഷമൊക്കെ ഉണ്ട് വിചാരിക്കുക. ആ 8ൽ ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു 4,80,000 എടുത്തിട്ടുള്ളെങ്കിൽ ആ 4,80,000 കുറച്ച് ബാക്കി എത്ര കിട്ടും? 20,000 കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്തതെന്ന് നമ്മളെ നെറ്റ് അസറ്റിൻ്റെ ഷെയർ എത്ര അത് മാത്രം കുറക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കൺസിഡറേഷൻ്റെ കൂടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ടോട്ടൽ നെറ്റ് അസറ്റ് അക്യൂർഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല് കിട്ടും. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കാം. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് 80%, വൈ ലിമിറ്റഡിൻ്റെ മേടിച്ചു. The issued capital of Y Limited 25,000 shares of 10 each ആണ്. കൺസിഡറേഷൻ പെയ്ഡ് 2,60,000. അതായത് 80% മേടിച്ചത്
വൈഡാണ് മേടിച്ചിട്ടുള്ളത്. 25,000 ഷെയർ 10 രൂപ വെച്ചിട്ടാണ് അവരുടെ ക്യാപിറ്റൽ ഉള്ളത്. കൺസിഡറേഷൻ കൊടുത്തത് 2,60,60,000 രൂപയാണ്. ദി ഐഡന്റിഫൈ അസറ്റ്സ് ലയബിലിറ്റീസ് ഓഫ് വൈലിമീർ 3,50,000. അസറ്റ് 3 lakh ഉണ്ട്, അതേപോലെ ലയബിലിറ്റീസ് 50,000. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ഇവിടെ 100-ൽ കുറവ് മേടിച്ചുള്ളൂ. അപ്പോൾ 20% എന്തുണ്ട്? ഔട്ട്സൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം. കൺസിഡറേഷൻ പെയ്ഡ് ഓൾറെഡി ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്, 2,60,000 ഉണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ്സ് അക്യൂർഡ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നെറ്റ് അസറ്റ് അക്യൂർഡ് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നോക്കണോ? അതല്ലേ നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടിട്ട് അവരുടെ പെർസെൻറ്റേജ് കാണല്ല ഇതിൽ എളുപ്പം. അങ്ങനെ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നെറ്റ് അസറ്റ് അക്യൂർഡ് നോക്കാം. അപ്പോൾ 3,00,000 നിന്ന് 50,000 കൊടുത്ത് 2,50,000. അപ്പോൾ ഇതിൽ 80% ആണെങ്കിൽ 20% ഔട്ട്സൈഡേഴ്സിൻ്റെ വരിക. അപ്പോൾ 2,50,000-ൻ്റെ 20% പറയുമ്പോൾ 50,000. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഈ 50,000 ആണ് എന്തുള്ളത്? പുറത്തെ ആളെടുത്തുള്ളത്, അതായത് NCI നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് 50,000 ആണ് വരിക. നമ്മൾ NCI കാണാനുള്ള ഇക്വേഷൻ ഇപ്പം മുന്നേ പറഞ്ഞല്ലോ, നെറ്റ് അസറ്റ് അക്യൂർഡ് കണ്ടിട്ട് അതിന് ഔട്ട്സൈഡേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നെറ്റ് അസറ്റ് അക്യൂർഡ് 2,50,000 ആണ്. അപ്പോൾ പുറത്തുള്ള ആളുകളുടെ ഷെയർ 20%, അപ്പോൾ 50,000. അപ്പോൾ ഈ 50,000 ആണ് എന്തായിട്ട് വരിക? ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി, നെറ്റ് അസറ്റ് അക്യൂർഡും കിട്ടി. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് 2,60,000 പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 50,000 മൈനസ് നെറ്റ് അസറ്റ് അക്യൂർഡ് എത്ര തന്നെയാണ്? 2,50,000. അതിവിടെ ചെയ്തിട്ടുണ്ട്, കണ്ടോ? കൺസിഡറേഷൻ പെയ്ഡ് 2,60,000, NCI 50,000 നമ്മളിവിടെ കണ്ടുപിടിച്ചു, മൈനസ് 2,50,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഗുഡ് വില്ല് എത്രയാണ്? 60,000 ആണ്. അതല്ല സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ടും കാണാം. കൺസിഡറേഷൻ പെയ്ഡ് മൈനസ് പ്രപ്പോർഷൻ ഷെയർ ഓഫ് പാരന്റ് ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡിയറി. അത് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇവിടെ എഴുതി. നമ്മൾ എത്രയാണ് വരുന്നത്? കൺസിഡറേഷൻ പെയ്ഡ് 2,60,000 ആണ്. ഇനി ഇവിടെ ടോട്ടൽ ഉള്ളത് ശരിക്കുള്ള നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. ഈ 2,50,000 എങ്ങനെ കിട്ടി? 25,000 × 10 ആണ് ശരിക്കും അവരുടെ ക്യാപിറ്റൽ. അപ്പോൾ 25,000 × 10 2,50,000. അതിൻ്റെ 80% നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 2,50,000 × 80 2,00,000. അപ്പോൾ നമ്മൾ 2,00,000-ൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. കൊടുത്ത എത്രയാണ്? 2,60,000. അപ്പോൾ 2,60,000 2,00,000 കുറച്ച് എത്ര കിട്ടി? 60,000 കിട്ടി. രണ്ട് രീതിയിൽ ചെയ്താലും ഗുഡ് വില്ല് കാണാൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും എളുപ്പം. അതാകുമ്പോൾ ഇവിടെ NCI കണ്ടുപിടിക്കണം. ഇവിടെ NCI ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു സിറ്റുവേഷനും കൂടിയും പറയുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിരുന്ന ഒരു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും സബ്സിഡിയറി കമ്പനിക്ക് തന്നിട്ട് ഉണ്ട് എങ്കിൽ, ഇവിടെ പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ഈ ഒരു ഇക്വേഷനിലാണ് മാറ്റം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞൊരു ഇക്വേഷനിൽ അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടിയും കൂടുന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ, അതായത് നമ്മൾ കൊടുത്ത എമൗണ്ട്, അത് സ്റ്റേറ്റ്മെൻറ്റ് പോലെ അതിന്ന് ഈ 2 എമൗണ്ടുകൾ കുറച്ചതിനെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്ത എമൗണ്ടിൽ നിന്ന് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് അക്യൂർഡ്, ഈ പറഞ്ഞ സാധനം, ഏത് പറഞ്ഞ സാധനം? പ്രപ്പോർഷൻ ഷെയർ ഓഫ് പാരന്റ് ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി സബ്സിഡിയറി. ഇതിനെ ഷോർട്ടാക്കി എഴുതിക്കുകയാണ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് അക്യൂർഡ്. നമ്മൾ അക്യൂർ ചെയ്ത ഷെയറിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ, അതായത് ഒറിജിനലി നമുക്ക് നെറ്റ് അസറ്റിൽ നമുക്കുള്ള ഷെയർ, അതും പിന്നെ ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി. അപ്പോൾ അവരുടെ വല്ല പ്രോഫിറ്റും അതിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും അതിന് എന്ത് ചെയ്യുക? കുറക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത എമൗണ്ടിൽ നിന്ന് നമ്മളെ നെറ്റ് അസറ്റിൻ്റെ ഷെയറും പ്രോഫിറ്റിൻ്റെ ഷെയറും തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഇവിടെ ഗുഡ് വില്ലായിട്ട് പറയുന്നത്. അതിൽ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് പറഞ്ഞ വീഡിയോ ഒന്നോ രണ്ടോ വട്ടം ശരിക്കും കാണുക. മനസ്സിലാകുന്നില്ല, ഒന്നെങ്കിലും റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും കാണുക. എന്നിട്ട് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എഴുതിയിട്ട് ഈ ഉത്തരം സ്വന്തമായിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ NCI കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ ഗുഡ് വില്ല് കാണാൻ 3 സിറ്റുവേഷനിലുള്ള ഇക്വേഷനും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഈ ഒരു ഭാഗത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.